ഇന്ന് ഹൈദരാബാദിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയാണ് നാം ചെയ്യാൻ പോകുന്നത്. ഹൈദരാബാദിലെ അഥവാ തെലങ്കാനയിലെ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് ആശാ രവമ്മയാണ് ഈ യാത്ര നയിക്കുന്നത്. ആശയെ കാത്ത് ഞങ്ങൾ പെഡമ്മഗുഡി എന്ന മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആശ എത്തും. ആശ വന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ആരംഭിക്കുകയായി. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൊസൈറ്റി ടു സേവ് ദ റോക്സ് എന്ന സംഘടനയുടെ സെക്രട്ടറിയും ജർമ്മൻകാരിയുമായ ഫ്രോക്ക ഖാദറിൻ്റെ ജൂബിലി ഹിൽസിലുള്ള വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നത്തെ യാത്ര ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വിശദമായി അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം. ഇവരുടെ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? അത്രേ ഉള്ള. അപ്പം ഇത് ശരിക്കും പെഡമ്മഗുഡി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിളാണ്. ടെമ്പിൾ എവിടെയുള്ളൂ? പക്ഷെ സ്റ്റേഷനിൽ പെഡമ്മഗുഡി എന്ന് മാത്രമേ ഉള്ളൂ. അമ്പലം ഉണ്ടല്ലേ? ഇതൊരു പ്രകൃതി സംരക്ഷണ യാത്രയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. നമുക്കപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജിയോളജി, അതായത് ഭൂഗർഭശാസ്ത്രം കൂടെ പറയാതെ മുന്നോട്ട് പോകാനാവില്ല. 13 ബില്യൺ ഇയേഴ്സ് മുമ്പ് ഒരു ബിഗ് ബാങ്ങിലൂടെയാണ് ഭൂമി ഉണ്ടായതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഭൂമി തണുക്കാൻ തുടങ്ങി. ഭൂമിയുടെ ഔട്ടർ ക്രസ്റ്റ് എന്ന് പറഞ്ഞത് തണുത്ത് കനം വെച്ചു. ഭൂമിക്ക് അന്തർഭാഗത്തുള്ള മോൾട്ടൻ മാഗ്മ, അതായത് ദ്രവരൂപത്തിലുള്ള പാറ മുകളിലേക്ക് പൊന്തി വന്ന് ഈ അപ്പർ ക്രസ്റ്റിൻ്റെ ഉപരിതലത്തിലുള്ള കനത്ത പ്രദേശത്തിൻ്റെ അടിയിൽ ഗോളങ്ങളായാലും പാറകളായിട്ടുമെല്ലാം രൂപാന്തരപ്പെട്ടു അതിനടിയിൽ കിടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ഈ അപ്പർ ക്രസ്റ്റ് ഇല്ലാതായി പോകുകയും ഈ പാറ വെളിയിലേക്ക് വരാനും തുടങ്ങി. അങ്ങനെ ഉണ്ടായ പാറകൾ ഡെക്കാൻ പ്ലേറ്റോ അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി, ഈ പ്രദേശത്തെല്ലാം 2500 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള പാറകളാണ് ഈ ഭാഗത്തുള്ളത്. അതൊക്കെ സാധാരണ കെട്ടിടങ്ങളിലെ പണിക്കും മറ്റും വേണ്ടി പൊട്ടിച്ച് നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പാറകളുടെ കൂട്ടത്തിൽപ്പെടുന്ന പാറകളാണത്. അത് ഈ സൊസൈറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ആദ്യകാലത്ത് അതിലുണ്ടായിരുന്നത് കുറച്ച് ചിത്രകാരന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെയുള്ള പ്രകൃതി സംരക്ഷകർ, അങ്ങനത്തെ ആൾക്കാർ മാത്രമായിരുന്നെങ്കിലും പിന്നീട് മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ വീട്ടമ്മമാരും കുട്ടികളും സാധാരണ ജനങ്ങളും അടക്കമുള്ള ആൾക്കാർ കൂടെ ചേരുകയും ഒരു 300ഓളം പേരുള്ള ഒരു സൊസൈറ്റിയായി അത് വളരുകയും ചെയ്തു. ഇപ്പോൾ അവർ ഒഴിവു ദിവസങ്ങളിൽ റോക്ക് വാക്ക് എന്ന പേരിൽ ഈ പാറകളെയെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്രകൾ നടത്തുന്നു. റോക്കത്തോൺ എന്ന പേരിലുള്ള പരിപാടികൾ നടത്തുന്നു. അങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവയർനെസ് കൊടുക്കുകയും ഈ പാറകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇത്രയും പഴക്കമുള്ള ഒരു പാറ, ഭൂമിയിൽ തന്നെയുള്ള ഏറ്റവും പഴക്കമുള്ള പാറകളുടെ കൂട്ടത്തിൽ പെടും ഇത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പൊളിച്ച് കളയുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഈ സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവരവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള പല വീടുകളുടെ പിന്നാമ്പുറത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിലകത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കയറി കാണണമെങ്കിൽ ഒരു പെർമിഷനൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതല്ലാതെ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. തുടക്കത്തിൽ ഫ്രോക്ക ഖാദർ കൂടെ നമ്മളുടെ കൂടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുടർന്നുള്ള യാത്രയിൽ ആശയും ഫ്രോക്ക ഖാദറിൻ്റെ സഹപ്രവർത്തകയായ സുമയും നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാം, ഫ്രോക്ക ഖാദർ ഒരു ജർമ്മൻ ലേഡിയാണ്. അവർക്ക് ഈ വിഷയമായിട്ട് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. Then we were staying in Masap Tank, then moved out to Banjara Hills, then into Jubilee Hills, and got nearer and nearer to the rocks. And it fascinated us more and more. And then in the 90s, it started the big
destruction started with the expansion of the city, mainly for building material in the beginning, later on for building space also, because people cleared their plots off the rock to build their houses. So we thought at least some of the beautiful formations, the most spectacular formations, should be saved, and we founded the Society to Save Rocks and started on awareness programs that one can integrate the rocks into the buildings, into the surroundings, parks, gardens, and we started on a children's painting competition and on a photo exhibition, and later on moved to bigger programs like cultural programs, and also rock walks. Every month there is a walk. Even now there is a walk to the rocks, to different rocky areas in and around Hyderabad. Sometimes we go on excursions little further out, always to rocky areas which people admire a lot. Every time new people are coming along and getting fascinated about the rocks. Some people have really integrated the rocks into the houses, which is quite an elaborate process, but it's worth it. It looks really fascinating. മാഡം റോക്ക് ഖാദറിൻ്റെ ജൂബിലി ഹിൽസിലുള്ള വീട്ടിൽ ആ കോമ്പൗണ്ടിൽ ഒരു റോക്കുണ്ട്. അതിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് എന്താണെന്ന് ചോദിക്കാം. I think this is your own house and you have a rock in here. Could you please explain me what exactly is this rock and how did you, find this place to stay, or was it accidental? Yeah, it was pretty accidental. We couldn't select the plot for the rocks. First of all, there's very small rocks. There were much more spectacular rocks in Jubilee Hills in other plots, but this was a plot that was still available. So my husband said, let's move to Jubilee Hills. It was at that time completely wild. There were hardly any houses here, and we said, okay. Our friends said, don't move out so far, it's dangerous. But it built up very soon, and we are very happy out here. These rocks, our rocks here, is the same granite that you find all over the Deccan Plateau, and we have it in abundance around Hyderabad. And that is the fascinating thing here, that we have these great balancing rocks in Hyderabad, in the city, and not only far away. Like in Bangalore, you have to drive 2 hours to go to any significant rock, but here we have them right here. So we told Hyderabadis we should keep them as much as possible. So it's not always possible, but it is possible. So we have asked the government, or the government themselves has asked to make lists of the spectacular rocks or special rocks that should be protected, which we did in the 90s and later on. So there are 25 rock sites which have been put on the heritage list and which should be protected. How old is this rock, and what is the study you do to find to find out the age of the rock? The geologists have studied the rocks sufficiently, and they came to the conclusion that the granites of the Deccan are about 2.5 billion years old, which is about the oldest rocks on this earth, which formed very early on when magma still came pushing out from the innards of the earth, and they cooled under the crust, became very hard and slowly emerged from the crust, weathered down to these fantastic balancing forms. So the age of our rocks is much, much older than the Himalayas, for instance. It is about 40 times older than the Himalayan rocks, which formed much later when the continent pushed into the main land mass in the north. So
we should be really proud. It is of historical and geological great significance, the rocks of the Deccan. Actually, I would like to thank you for coming to India and doing this great job, protecting our rocks for Indians. As an Indian, I would like to thank you. Thank you so much. ശ്രീമതി ഫ്രൗക്കെ ഖാദർ ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്ത് അവരുടെ ഹസ്ബൻഡ് ഹൈദരാബാദിൽ നിന്നുള്ള ആളാണ്. അവരുടെ മക്കളൊക്കെ ഹൈദരാബാദിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അവർ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ജീവിക്കുകയാണ്. BNR റെഡി ഇവിടുത്തെ ഒരു ഫേമസ് ബിൽഡറാണ്. അവരുടെ അടുത്ത് ഇവർ യുദ്ധമൊക്കെ ചെയ്തിട്ടാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അവരുടെ പേരിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഇതിന് ടോർട്ടോയ്സ് റോക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഷേപ്പും അത് കാല് പോലെയും മുകളിലുള്ളത് ഒരു ആമയുടെ ഷേപ്പൊക്കെ ആയിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇതിനെ ടോർട്ടോയ്സ് റോക്ക് എന്ന് പറയുന്നത്. ഇവർ ഒരു റോക്ക് വാക്ക് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിവിടെ വരുന്നത് തന്നെ ഈ സ്ഥലത്തിനോട് ഈ പ്രകൃതിയോടുള്ള സ്നേഹം കാരണം ഇവിടെ നടക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിത് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവർ നടക്കുകയാണ്. മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. ആ അമ്പലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള പാറകൾ തന്നെയാണ് ഇതും ഇവിടെ. പക്ഷെ അത് ഒരു ക്ഷേത്രമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ പാറയുടെ മുകളിൽ പെയിൻ്റ് അടിച്ചു. ഇവിടെ ഒരു ചെറിയ കോൺക്രീറ്റ് നിർമ്മിതിയൊക്കെ വന്നു. അങ്ങനെ ചെയ്ത് ഒട്ടുണ്ടെങ്കിൽ പോലും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സൈഡിൽ അപ്പുറത്തെല്ലാം പാറ കട്ട് ചെയ്തെടുക്കുന്ന ക്വാറികളാണ്. ഒരു വശത്ത് പ്രകൃതി സ്നേഹികളും വിദേശത്ത് നിന്ന് വന്നവരും അടക്കം ചേർന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ അവിടെ മറ്റ് ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ ചെയ്തു വച്ചിരിക്കുന്ന മാലിന്യ പരിപാടികൾ വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ പാറ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇവർ ചെയ്യുന്നത് പുറത്തുനിന്ന് ഇതുപോലെ വലിയ പാറകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പൊടിച്ചെടുത്തിട്ട് മണലിന് പകരം ഇപ്പോൾ നമ്മൾ എംസാൻഡ് പോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനെ പൊടിയാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേ ക്വാറിയിൽ കൊണ്ടുവന്ന് പൊടിയാക്കിയെടുക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഫ്രൗക്കെ ഖാദർ ഇവിടെ വരുമ്പോൾ ഈ നായ ചെറുതായിരുന്നു. അന്ന് മുതൽ അവർ കാണുന്നതാണ് ഈ നായ്ക്കൾ. അതുകൊണ്ട് അവർ വന്നാലുടനെ ഇവർ അവരുടെ കൂടെ കൂടും. എന്നിട്ട് ചുറ്റും അവർ നടക്കുമ്പോൾ അവരൊപ്പം നടന്നുകൊണ്ടേയിരിക്കും. ടോർട്ടോയ്സ് സ്റ്റോണിൻ്റെ അടുത്തുനിന്ന് ഫ്രൗക്കെ ഖാദർ ഞങ്ങളോട് ഇവിടെ പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇനി പോകുന്നത് ഫക്രുദ്ദീൻ ഗുട്ട എന്ന് പറയുന്നത്, ഗുട്ട എന്ന് പറഞ്ഞാൽ ഹില്ലെന്ന് അർത്ഥം, ഫക്രുദ്ദീൻ ഗുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഫ്രൗക്കെ ഖാദറിൻ്റെ സഹപ്രവർത്തക സുമ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങൾ ഫക്രുദ്ദീൻ ഗുട്ടയിലെത്തിയിരിക്കുകയാണ്.
ഇവിടെ ഒരുപാട് പാറകൾ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ചുറ്റും നോക്കിയാൽ കാണാം ഉരുണ്ട പാറകൾ ഇഷ്ടം പോലെ അതേ രീതിയിൽ തന്നെ മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫക്രുദ്ദീൻ കുട്ടയിൽ മെഹർ ബാബ കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹ പോലെയുള്ളൊരു സംഭവം കൂടി ഉണ്ട്. മെഹർ ബാബ കേവിന് മനോനാഷ് കേവ് എന്ന് പേരിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേവ് അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് കയറാൻ പറ്റില്ല. ശരിക്കും അത് തുറന്നിടേണ്ട ഒരു കേവായിരുന്നു. അതുപോലെ ഈ പാറപ്പുറത്ത് വേറെയും ഒരുപാട് എഴുത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി നാച്ചുറലായിട്ട് നിർത്തേണ്ട ഒരു കാര്യമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. സൊസൈറ്റി ടു സേവ് ദ റോക്സ് എന്നുള്ള ഒരു സംഘടനയിലെ അംഗമാണ് സുമ. സുമയാണ് ഞങ്ങൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. 6 മാസമായിട്ട് സുമ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. The Society to Save Rocks has been trying to preserve the rock formations of Hyderabad since 1996, the year in which it was founded. And they conduct many awareness programs like in schools or in institutions. And they also have a rock walk every Sunday. Every third Sunday of the month, they conduct a rock walk in and around the places of Hyderabad where there are rock formations. So to enlighten the citizens about the rock formations of Hyderabad and the need to preserve them, they have also included 25 important rock heritage formations of Hyderabad into the heritage sites. Some of these, on these tours we learn to experience nature, and we get to see some of the interesting rock formations in Hyderabad which otherwise escape our view in the day-to-day city life. I think they're very de-stressing also, and one gets to experience the natural surroundings. So that has been my experience so far with the Society to Save Rocks. And these rock walks are like a very good form of stress buster, and also they keep you physically also active as you try to climb different rocks and different rock formations. This is called the Society to Save Rocks, and if anyone needs more information about the society, you can go to the website. It is www.saverocks.org. ഇവിടെ ചുറ്റും ഈ കാണുന്ന ഉരുണ്ട പാറകൾ, ഈ മൊത്തം വലിയ പാറ, ഇതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും പ്രകൃതി സ്നേഹികൾ ഇതിൻ്റെ പുറകെ പോയത് എന്തുകൊണ്ടാണ്. അവർക്ക് കുറച്ചിടങ്ങളെങ്കിലും സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സ്ഥലം ആവശ്യമുണ്ട് ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ പണിയാനായിട്ട്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കുറച്ചെങ്കിലും സംരക്ഷിക്കപ്പെടണം. ഇതിൻ്റെ പുറകിലോട്ട് നോക്കി കാണാം, അത് വലിയ നഗരത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഇതൊക്കെ പണിതുണ്ടാക്കണമെങ്കിൽ പാറകൾ കൂടിയേ തീരൂ. പക്ഷേ വരും തലമുറയ്ക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നെന്നും 2500 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള പാറകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നെന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഇങ്ങനെ ചിലത് അവശേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഈ കൂട്ടർ നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഫക്രുദ്ദീൻ കുട്ടയുടെ ഭംഗിയുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വരണം ഒരു സഞ്ചാരി എപ്പോഴെങ്കിലും. ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പാറയുടെ മുകളിൽ കയറി നിന്ന് നോക്കണം. ചുറ്റും ഈ നഗരത്തിൻ്റെ വലിയ കെട്ടിടങ്ങളുടെ കാഴ്ചകളാണ്. അതിനിടയിൽ നമ്മൾ നിൽക്കുന്ന ഈ പാറകളെന്ന് പറയുന്നത് ഭൂമിയിൽ പാറകളുടെ ചരിത്രം പറയുന്ന കാലത്തും മുതലുള്ള പാറകളാണ്. 2500 മില്യൺ ഇയേഴ്സ് എന്നാണ് ഇതിൻ്റെ പ്രായം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രകൃതി സംരക്ഷണം മാത്രമല്ല, ചരിത്രം കൂടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. ഞാൻ ശരിക്കും കിതച്ചു പോകുന്നുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ. ഇവിടെ ഗുഹ ഉള്ളതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് മുകളിൽ അവിടെ ഒരു ദർഗ ഉണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ ചെറിയ കുളം, ഈ കല്ലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള
കുളമാണത്. അത് താഴേക്ക് നോക്കിയാൽ അവിടെ ഒരു തടാകമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു പകുതി ദിവസം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ബാലൻസിങ് റോക്കുകൾ എന്നാണ് പറയുന്നത്. എല്ലാം ചെറുതായിട്ട് മാത്രമേ താഴെ തൊട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഇരിക്കുന്ന വലിയ കല്ല് 3 ഇടത്താണ് തൊട്ടിരിക്കുന്നത്. ഒരിടത്തൊരു 3 ഇഞ്ച്, വേറൊരിടത്തൊരു 6 ഇഞ്ച്, വേറൊരിടത്തൊരു 1 അടി, ഇത്രയേ ഉള്ളൂ. കണ്ടാൽ നിങ്ങൾക്ക് തള്ളിയിടാൻ പറ്റുമെന്നൊക്കെ തോന്നും. പക്ഷേ ഇനിയും ഒരു 2000 കൊല്ലം കഴിഞ്ഞാലും വീഴില്ല. അതിൻ്റെ ഇരിപ്പ് അങ്ങനെയാണ്. ഇനി അഥവാ വീണാലും ഇതിൻ്റെ അടിയിൽ പെട്ട് ഇപ്പോൾ തട്ടിപ്പോയാൽ പോലും ഒരു സങ്കടമില്ല. 2400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പാറയുടെ അടിയിൽപ്പെട്ട ഒരാൾ ചത്തുപോയെന്ന് പറയുന്ന ഒരു രസമല്ലേ. കച്ചിബോളി എന്ന് പറയുന്ന സ്ഥലമാണ് താഴെ കാണുന്നത്. അവിടെ ഒരുപാട് IT കമ്പനികളുടെ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ വായിക്കാം. ടാറ്റ കൺസൾട്ടൻസി, അക്സെഞ്ചർ, അങ്ങനെയുള്ള കമ്പനികളെല്ലാം ഉണ്ട് അവിടെ. കച്ചിബോളി മാത്രമല്ല, ഈ പാറയുടെ ചുറ്റും കാണുന്ന എല്ലാം ഇതേപോലത്തെ വലിയ കമ്പനികളാണ്. അതിലിവിടെ ഇപ്പോഴും ക്വാറി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടി വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. പൊടി ഇങ്ങോട്ട് കാറ്റത്ത് അടിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കറുത്ത നിറത്തിൽ കാണുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ വെതറിങ്. ഇത്രയും വർഷങ്ങളെടുത്തിട്ട് ഇതിൻ്റെ പതുക്കെ ഈ കറുത്ത നിറത്തിൽ ഇത് വന്നിട്ട് പതുക്കെ പതുക്കെ അത് പൊളിഞ്ഞ് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും. അതാണ് ഈ കാണുന്നത്. ഒരു വശത്ത് നല്ല കാറ്റും മനോഹരമായ കാഴ്ചയുമാണെങ്കിൽ മറുവശത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയാനകമായ കാഴ്ചയുണ്ട്. പിന്നെ വേറെ 2 നല്ല കാഴ്ചകളുമുണ്ട്. ഒന്ന്, ഇവിടെ ഒരു ക്വാറി നടക്കുന്നുണ്ട്. അതാണ് ഭയാനകമായ കാഴ്ച. അവിടെ വെച്ച് അതിനെ നിർത്താൻ പറ്റിയതുകൊണ്ട് അവിടെ കൊണ്ട് അവസാനിച്ചു ക്വാറി. ഇവർക്ക് അത് തടുക്കാൻ പറ്റി. ആ ക്വാറിയുടെ പൊടിയാണ് ഈ അടിച്ചു കയറുന്നത്. പിന്നെ പുറകോട്ട് നോക്കിയാൽ കാണുന്നത് ഗോൽക്കൊണ്ട കോട്ടയുടെ പുറകുവശം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുത്തബ് ഷാഹി ടൂംസ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ മുകൾ ഭാഗം. ഈ താഴെ ക്വാറികൾ നടക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ആ കല്ല് നോക്കിക്കൊള്ളും. നമ്മൾ തള്ളിയിടാൻ ശ്രമിച്ചാലും എത്ര നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിൽക്കുന്ന ആ കല്ല് പിളർന്നു കഴിഞ്ഞു. ഇവിടെ ഈ പാറയിലുണ്ടായിട്ടുള്ള വിടവ് നോക്കും. ഇതെല്ലാം ഈ ക്വാറി കൊണ്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഈ ഹോൾസ് നോക്കിയാൽ കാണാം, പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഘടനയുടെ ഇടപെടൽ കാരണം അത് അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ പൊട്ടാനുള്ളതെല്ലാം പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഫക്രുദ്ദീൻ ബാബ എന്ന ദിവ്യൻ്റെ ദർഗയാണ് ഇതിന് മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫക്രുദ്ദീൻ ഗുട്ട എന്ന പേര് വീണത് ഈ കുന്നിന്. ആശയാണ് ഈ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ ലീഡ് ചെയ്തെന്ന് ഞാൻ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആശ ഇതിനകത്തേക്ക് എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് ആശ തന്നെ പറയും. സേവ് റോക്കിൻ്റെ റോക്ക് വാക്ക് മാസങ്ങളിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ സേവ് റോക്കിൻ്റെ റോക്ക് വാക്കിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് ഫ്രൗക്കയെ കാണുന്നതും മറ്റംഗങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതും. അങ്ങനെ ആണ് ഇവിടുത്തെ ഇത്രയും പഴക്കമുള്ള പാറകളാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷനിലൂടെ കുറച്ച് കൂടുതൽ പേരെ ഈ പാറകളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് മനോജിനോട് ഇക്കാര്യം പറയാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഫക്രുദ്ദീൻ ഗുട്ട എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഹൈദരാബാദിൽ വരുന്നവർ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി ഈ പാറപ്പുറത്ത് വന്ന് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഫക്രുദ്ദീൻ ഗുട്ടയിൽ നിന്നും മടങ്ങുകയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.